into the yard. If you go to church, I say get into the yard. And she and Marabana Kiki get into the yard. They say I just got a bar, get into the yard. Above it to church, get into the yard. If you go to church, get into the yard. She and Marabana Kiki get into the yard. They say I just got a bar, get into the yard. Above it to church, get into the yard. If you go to church, I say get into the yard. And she and Marabana Kiki get into the yard. Life is a journey to enjoy and be happy. Rules must be followed, but those who want to implement it are always asleep. If it goes like this, the sleepy actions of the sleepy law enforcers may cause many lives. Do not accept these things. Get into the yard, Papa with the get into the yard. If we got to jump, I say get into the yard. And she and Marabana Kiki get into the yard. അപ്പോൾ ഇതിൻ്റെ ഒരു തീമും കൂടെ പറഞ്ഞാൽ നമുക്ക് ടീം ലീഡർ ആരാണ്? അതിന്റെ തീം എങ്ങനെയാണ് നിങ്ങൾ അവതരിപ്പിച്ചതിന്റെ തീം? നമ്മൾ കഴിഞ്ഞ വർഷം നമ്മളെ നാടിനെ ഒരുപാട് തന്നെ ഒരു ഇതിൽ ഒരു ഭയങ്കര സങ്കടത്തിലേക്ക് എത്തിച്ചൊരു സംഭവം ഉണ്ടായിരുന്നു, ബസ് ആക്സിഡൻറ്റ്. അതായത് നമുക്ക് നിയമങ്ങൾ സ്റ്റിൽ എക്സിസ്റ്റഡ് ആണ്, അത് ഇപ്പോഴും നിയമങ്ങളുണ്ട്, പക്ഷേ ഉറങ്ങുന്ന നിയമങ്ങൾ, അതാണ് നമ്മുടെ മെയിനായിട്ടുള്ള തീം എന്ന് പറയുന്നത്. അതായത് ഇപ്പം നിയമങ്ങൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് കൃത്യമായ രീതിയിൽ പാലിക്കപ്പെടുന്നില്ല. അത് നിയമങ്ങളുടെ കുഴപ്പമാണോ അല്ലെങ്കിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നവരുടെ കുഴപ്പമാണോ എന്നുള്ളത് നമുക്കറിയില്ല. അതുപോലെ തന്നെ കേരളത്തിലെ പല സാമൂഹ്യ വിഷയങ്ങൾ, അതായത് ഫുഡ് പോയ്സൺ പോലുള്ള സാമൂഹ്യ വിഷയങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഞങ്ങളുടെ സ്കിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നിയമങ്ങളുടെ ആ ഒരു എക്സിസ്റ്റൻസിന്റെ ആ ഒരു ഇതാണ് ഞങ്ങളുടെ ബേസിക് ആയിട്ടുള്ള തീം എന്ന് പറയും. നിയമങ്ങൾ ഉണ്ടായാൽ മാത്രം പോരാ, അത് നടപ്പിലാക്കുന്നത് അതിനേക്കാൾ വലിയൊരു കാര്യം എന്ന് പറയുന്നത് അത് പാലിക്കാൻ നമ്മളൊക്കെ കൂടി ബാധ്യസ്ഥരാണ്, നമ്മളത് പാലിക്കേണ്ട ആൾക്കാരാണ് എന്നുള്ളൊരു ബോധം നമുക്ക് ഉണ്ടാകുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത് എങ്ങനെയാണ് ഇതിനെക്കുറിച്ചൊക്കെ പറയാനുണ്ട്? ഇത് ഞങ്ങൾ ഒരുപാട് നാളത്തെ പ്രാക്ടീസിൻ്റെ ഇടയിലാണ് ഇത്രയും. പിന്നെ ഞങ്ങളുടെ മനോജ് ചേർത്തൽ എന്ന് പറഞ്ഞൊരു സാറാണ് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത്. പിന്നെ ഞങ്ങളുടെ സ്കൂളിൽ അരുൺ സാറ്, കുറേ ടീച്ചർമാരുടെയൊക്കെ കഷ്ടപ്പാടും പിന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും കഷ്ടപ്പാടിൻ്റെ ഇതാണ് ഇതെല്ലാം. പിന്നെ ഇതെല്ലാം ഭയങ്കര കഷ്ടിച്ചാണ്, എന്ന് വെച്ചാൽ പ്രോപ്പർട്ടി ഉണ്ടാക്കുന്നത് മുതൽ എല്ലാം വളരെ ബുദ്ധിമുട്ടാണ്. സാറ് കൂടെ ഉണ്ട്. സാറ് ഗംഭീരമായിട്ടുള്ള സംഭവം, കുട്ടികൾ ഇത് അവതരിപ്പിക്കുക മാത്രമല്ല, അതിൻ്റെ ഒരു ഗൗരവം അവർ ഉൾക്കൊള്ളുകൊണ്ട് അവൻ്റെ തീം പറയുമ്പോൾ തന്നെ നമുക്കറിയാം, നമുക്കത് വെറുതെ അവതരിപ്പിച്ച് പോകുക എന്നുള്ളതല്ല, അത് ഉൾക്കൊണ്ട് ചെയ്യുക എന്നുള്ള സംഭവം. അപ്പോൾ അതിൻ്റെ എങ്ങനെയാണ് അതിലേക്ക് വരുന്നത്? നമ്മൾ സ്കെറ്റ് ചെയ്യുന്നത് എപ്പോഴും അതാത് സമയത്ത് ഏറ്റവും കറണ്ടായിട്ടുള്ള ഇഷ്യൂസാണ് ചെയ്യുന്നത്. കഴിഞ്ഞ വട്ടം നമ്മൾ ചെയ്തിരിക്കുന്നത് ഉക്രൈൻ റഷ്യ വിഷയമാണ്. ഈ വട്ടം നമ്മൾ UP ചെയ്തത് അത് പാലസ്തീൻ ഇസ്രായേലിലേക്ക് ഉള്ളതാണ്. അപ്പോൾ ഹൈസ്കൂളിലേക്ക് ചെയ്തപ്പം ഹൈസ്കൂളിൽ കഴിഞ്ഞ വട്ടം ഞങ്ങൾ ടൂർ പോയപ്പോൾ ഞങ്ങൾക്ക് ടൂർ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. കാരണം രാത്രിയിൽ യാത്രയില്ല, നിയമങ്ങൾ ഭയങ്കരമായിട്ടൊരു കാരണം കഴിഞ്ഞ വർഷം ആ ആക്സിഡന്റ് കഴിഞ്ഞിട്ട് കേരളത്തിൽ ഒരു സ്കൂളുകൾക്ക് ടൂർ പോകാൻ പറ്റാത്ത അത്രയ്ക്ക് നിയന്ത്രണങ്ങൾ വരികയും 2 ദിവസം മുമ്പ് നമ്മൾ RTOയിലുമൊക്കെ ഈ വണ്ടികൾ കൊണ്ടുപോയി ഇട്ട് വലിയൊരു ഇഷ്യൂസായി. കാരണം കഴിഞ്ഞ വട്ടം ബോട്ട് അപകടം നടക്കുമ്പോൾ ഇപ്പോൾ ബോട്ട് കൃത്യമായിട്ട് ആ ടൂറിസം മേഖല മുഴുവൻ അവസാനിച്ചു. ഇതേ വർഷവും ഈ നിയമങ്ങൾ കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മളുടെ സ്കൂൾ വിദ്യാഭ്യാസ ഇതിൽ തന്നെ ടൂർ എങ്ങനെ കൊണ്ടുപോകണമെന്ന് രാത്രി യാത്ര ഈ നിയമങ്ങളുണ്ട്. കഴിഞ്ഞ വർഷം മാത്രമാണ് അത് ശക്തമായത്. ഈ വർഷം എല്ലാ സ്കൂളുകളിലും യാത്ര ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലൂടെ തന്നെ നമ്മളൊരു യാത്രയാണ്, സ്കൂൾ കുട്ടികൾ യാത്ര ചെയ്യുന്നു. യാത്രയിൽ ഇന്ത്യയുടെ പല ഭാഗത്ത് യാത്ര ചെയ്യുമ്പോൾ അവിടുത്തെ സാമൂഹ്യ വിഷയം, കാരണം നമ്മൾ ഓക്സിജൻ കിട്ടാതെ കുട്ടികൾ മരിച്ച വിഷയങ്ങളുണ്ട്, അതെല്ലാം ഒരു യാത്രയുടെ ഭാഗമായിട്ട് വിവിധ അപകടങ്ങളുണ്ടാകുന്നു. അവിടെയൊക്കെ നിയമം ഉറങ്ങുകയാണ്, ചില സമയത്ത് ഉണരും, ചില സമയത്ത് ഉറങ്ങുമെന്നുള്ള ഒരു സന്ദേശത്തിലൂടെയാണ് ഞങ്ങളിത് അവതരിപ്പിച്ചത്. ഇത് ഈ പ്രോസസ്സ് കുട്ടികൾക്ക് ബോധ്യപ്പെടുത്തിയിട്ടാണ്, വിഷയം ഇവരോട് ഒപ്പം തന്നെ ഇരുന്ന് ചർച്ച ചെയ്തിട്ടാണ്, അല്ലാതെ നമ്മളൊരു സ്ക്രിപ്റ്റ് അങ്ങോട്ട് കൊണ്ടുപോയിട്ടല്ല. അവരുടെ റിപ്ലൈ നമുക്ക് മനസ്സിലായി, വളരെ കാര്യമായിട്ട് അവർ ഇതിൻ്റെ തീം എങ്ങനെയാണെന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും പറയാനിട്ടുണ്ട് എന്നുള്ളതാണ്. അവരെല്ലാവരും കൃത്യമായിട്ട് അതിനെക്കുറിച്ച് പറയുന്നു. അത് നമ്മൾ ഫ്ലാഷ് ബാക്ക് ആക്സിഡൻറ്റ് പറ്റിയിട്ട് പിന്നെ അതിൽ നിന്നാണ് നമ്മൾ ഫ്ലാഷ് ബാക്കിൽ തിരിച്ചു കൊണ്ടുവന്നത്. അവസാനിക്കുന്നതും അത് തന്നെയാണ്.
അതാണ് നമ്മളടുത്ത ഒരു പാറ്റേൺ. എന്തായാലും ഈ നമ്മൾ ഈ ഡ്രസ് കോഡ് ഉൾപ്പെടെ കുട്ടികൾ പറഞ്ഞു ഇതിന് പ്രോപ്പർട്ടീസ് പോലും ഉണ്ടാക്കുന്നതിനൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടു എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു സാഹചര്യം? ഞങ്ങളൊരു ഗവൺമെൻറ് സ്കൂളാണ്. ഏകദേശം ഹൈസ്കൂളിൽ 6 വർഷമായിട്ടുള്ളൂ സ്കിറ്റ് എന്ന് പറയുന്നത് ഉണ്ടായത്. ഇതിൽ 3 വർഷവും പുത്തൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ജില്ലയിൽ പോയിട്ടുള്ളൊരു സ്കൂളാണ്. 6 വർഷത്തിൽ ബാക്കി 3 വർഷവും 2ാം സ്ഥാനത്തുള്ളതുമാണ്. എന്ന് പറഞ്ഞാൽ കൺസ്റ്റൻ്റായിട്ട് നമ്മൾ ഈ നിലവാരം സ്കിറ്റ് എന്ന് പറയുന്ന ഒരു പാറ്റേണിൽ നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മളെന്ന് പറയുന്നത് സിറ്റ് എന്ന് പറയുന്ന ഒരു സറ്റേറിക്കലാണ്. അപ്പോൾ ഒരു എക്സാജറേറ്റഡ് പാറ്റേൺ. അപ്പോൾ ടൂൾസ് ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടീസും എല്ലാം ഒരു എക്സാജറേറ്റഡ് ആയിട്ടുള്ള ഒരു ഇതിൽ ഒരു സാമൂഹിക വിഷയത്തെ വേറൊരു കളറിൽ നമ്മൾ പൊതിഞ്ഞു കൊടുക്കുന്നു. ഒരു യാത്ര എന്ന് പറയുന്ന തീമിൽ ഒരുപാട് ഇഷ്യൂസിനെ കണക്ട് ചെയ്യപ്പെടുകയാണ്. തീർച്ചയായും ഗവൺമെൻറ് സ്കൂളിൽ നിന്നാണ് ഇത്തരത്തിൽ വലിയ ഗംഭീരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്നുള്ളത് തന്നെയാണ് അതിൽ ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം കൂടിയാണ് കേട്ടോ. ഗവൺമെൻറ് സ്കൂളുകൾ ഇത്തരത്തിൽ മുന്നിലേക്ക് വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു സന്തോഷം ഒക്കെ തോന്നുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ആ ഒരു സന്തോഷം ഇരട്ടിപ്പിക്കുന്ന ഒരു പ്രകടനം കൂടിയായിരുന്നു നിങ്ങളുടെ ഭാഗത്ത്. എല്ലാവർക്കും ഒരുപാട് ആശംസകൾ നേരുകയാണ്. ഇനിയും തുടർച്ചയായിട്ട് ഇങ്ങനെയുള്ള വിജയങ്ങളൊക്കെ ഉണ്ടാവട്ടെ. പുതിയ ചെറിയ ടീമുകൾ സ്കിറ്റുകളല്ല, അതിനപ്പുറത്തേക്ക് വലിയ 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 സ്ക്രീനുകളിൽ നിങ്ങളെ കാണാൻ കഴിയട്ടെ എന്ന ആശംസ കൂടി ചെയ്യുകയാണ്. ഒരുപാട് നന്ദിയുണ്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സ്കിറ്റ് അവതരിപ്പിച്ചു. ഒരുപാട് സന്തോഷം. ഇത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന മാത്രമല്ല, അതിൻ്റെ ആ ഒരു തീം എന്താണെന്നുള്ള ഗൗരവം കൃത്യമായ രീതിയിൽ മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിലുള്ള പ്രകടനം പ്രതികരണം കൂടി നടത്തുകയുണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ എത്തുന്ന ആൾക്കാർക്ക് കുട്ടികൾക്കൊക്കെ നമ്മളൊരു ചെറിയ ഒരു ഉപഹാരം നൽകുന്നുണ്ട്. നമ്മുടെ ടീം ലീഡർ അതൊന്ന് ഏറ്റുവാങ്ങുക, നമ്മുടെ ഒരു കുഞ്ഞു സന്തോഷത്തിൽ പങ്കാളികളാകുക എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ ടീം ലീഡർ അത് ഏറ്റുവാങ്ങും. അപ്പോൾ ആ ഒരു സന്തോഷം ഞങ്ങളുടെ കുഞ്ഞു സന്തോഷമാണത് പങ്കുകൊള്ളുക. ഒരുപാട്